ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കണ്ടിട്ട് എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ബെൽ ബട്ടണും കൂടെ അടിക്കണേ. ഇതെല്ലാം ഞാൻ എപ്പോഴും പറയുന്നതാണ്. നിങ്ങളെല്ലാം അതൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സോയാബീൻ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് സോയാബീൻ കൊണ്ടുള്ള കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം. പോരുന്നോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ? എല്ലാവരും എൻ്റെ കൂടെ പോന്നോളൂ. കൂട്ടുകാരെ, സോയാബീൻ കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന സോയാബീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തിട്ട് വരാം. സോയാബീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തതാണിത്. ഇതിന് വെള്ളം നല്ലവണ്ണം പോകുന്ന രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഇതിനി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. സോയാബീൻ പിഴിഞ്ഞെടുക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇതിങ്ങനെ നന്നായിട്ട് ഇതിലുള്ള വെള്ളം പിഴിഞ്ഞെടുക്കണം. ഉണ്ടോ? ഇതുപോലെ കുറേശ്ശെ എടുത്ത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞ് കളയണം. എന്നാലേ ഇതിനകത്ത് നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഇറങ്ങിയിട്ട് അത് നമ്മൾ ഈ ചിക്കൻ കറി കഴിക്കുന്ന ആ ടേസ്റ്റ് വരണമെങ്കിൽ ഇതിൻ്റെ വെള്ളം മൊത്തം നമ്മളതങ്ങ് പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരട്ടെ. ഇതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. സോയാബീനെല്ലാം നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറി വയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. കൂട്ടുകാരെ, സോയാബീൻ ചിക്കൻ കറി പോലെ വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: സവോള അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക്, തേങ്ങാപ്പാൽ, ടൊമാറ്റോ അരിഞ്ഞെടുത്തത്, ചെറിയുള്ളി, സോയാബീൻ വേവിച്ച് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇത് എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. കൂട്ടുകാരെ, നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തത്, ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കണം. ഇതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളിയെ ഇട്ട് കൊടുക്കാം.
ചെറിയ ഉള്ളി കുറച്ച് എണ്ണയിൽ ഇടുന്ന ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞിട്ട് കൊടുക്കാം. സവോള എണ്ണയുമായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പൊഴിച്ച് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ സവോള പെട്ടെന്ന് വഴണ്ട് വരും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് സവോള ഒന്ന് വാടി വരും, നന്നായിട്ടൊന്ന് വാടി വരും. നമ്മുടെ സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാമേ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കണേ. നമ്മൾ സോയാബീനിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മഞ്ഞളും ഉപ്പും ചേർത്തിട്ടാണ് അത് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഈ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകുമായിട്ടുള്ള ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഉള്ളി ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ ഇതിങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒരു ഗോൾഡൻ കളറായി വരട്ടെ. നമുക്ക് തീ കുറച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്, അതല്ലെങ്കിൽ ഉള്ളി കരിഞ്ഞു പോവും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം അതൊന്ന് വഴണ്ട് വരട്ടെ. നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഇത് ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു പരിവായി വരണം. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും കറി വയ്ക്കേണ്ടത്. ചിക്കനിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്തത്. സോയാബീൻ ഫ്രൈ ചെയ്തത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ചിക്കൻ കറി നമ്മൾ വെക്കുന്ന പോലെ സോയാബീൻ കൊണ്ടുള്ള കറി ഉണ്ടാക്കുന്നതാണ്. ഉള്ളി കുറച്ചും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ സവോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാവേ. സവോള നല്ല ഗോൾഡൻ കളറിൽ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിൽ ഇത് നന്നായിട്ട് വഴണ്ട് വരണം. ഇനി നമുക്കിതിൽ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പെല്ലാം പാകത്തിന് നിങ്ങൾ ഇടണേ. ഞാൻ എൻ്റെ ഒരു പാകത്തിനാണ് ഇതിലിടുന്നത്. എനിക്ക് ഇങ്ങനെ ഉപ്പിൻ്റെ അളവ് കൃത്യം അങ്ങനെയൊന്നും എനിക്ക് പറയാറില്ല. ഞാനൊരു കണക്ക് വെച്ചിട്ടാണ് ഉപ്പൊക്കെ ഇടുന്നത്. ഓരോരുത്തർക്കും ഓരോ ഉപ്പ് കൂടുതലുള്ളവർ കുറവുള്ളവർ കാണും. അതനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒന്ന്
ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് അത് നല്ല വഴണ്ട് നല്ല ഇതായിട്ട് ചിലപ്പോൾ ഒന്ന് അടച്ചു കൊടുക്കാവേ, അതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ സവോളയും ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴണ്ട് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി, മുളക് പൊടി 1/2 ടീസ്പൂണ്, അത്രയും മതി. കാരണം നമുക്ക് പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ. മസാല, കറി മസാല 1/4 ടീസ്പൂൺ. വലിയ ജീരകമൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടിട്ട് 1/4 ടീസ്പൂൺ കൊടുത്താൽ മതി. പിന്നെ ഇതിൽ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ഇട്ട് ഇത് ഉള്ളിയും ടൊമാറ്റോയും ഈ മസാലയായിട്ട് നന്നായിട്ട് നമ്മൾ അത് ഇളക്കി കൊടുക്കണം. ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ആ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറിയതിന് ശേഷം വേണം നമുക്കിതിൽ സോയാബീൻ ഇട്ട് കൊടുക്കേണ്ടത്. അതിൽ ഈർപ്പം നമ്മൾ നന്നായിട്ടത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, എന്നിരുന്നാലും അതിൽ ഈർപ്പം കാണും. അപ്പോൾ അതുകൂടെ ഇടുമ്പോൾ മുളക് പൊടി നല്ലവണ്ണം പച്ച ചുവന്ന് മാറിയില്ലെങ്കിലേ ആ സോയാബീനിലോട്ട് അത് പിടിക്കും. അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് മാറ്റി വെച്ചേക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 പീസായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിലും ഇതിലിടാം. ഞാനിപ്പോൾ അത് മുഴുവനെ ആണ് ഇട്ടേക്കുന്നത്. പീസായിട്ട് വേണമെങ്കിലും ഇതിൽ കൊടുക്കാം, ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സോയാബീനിലുള്ള ഈർപ്പമെല്ലാം ഒന്ന് ഇറങ്ങി അതൊന്ന് വറ്റിയതിന് ശേഷം വേണം അടുത്തതിൽ എന്താണ് ചേർക്കേണ്ടതെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതൊന്ന് മസാലയൊക്കെ അതിലൊന്ന് പിടിക്കട്ടെ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളമാണേ, തിളപ്പിച്ച് കുറച്ച് ആറിയ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞത് ചിക്കൻ കറി വയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി ഒന്ന് തിളച്ച് വരണം. അതൊന്ന് തിളക്കട്ടെ. ഈ പിഴിഞ്ഞെടുത്ത സോയാബീനിൽ നമ്മുടെ മസാലക്കൂട്ട് കയറണമെങ്കിൽ അതിൻ്റെ വെള്ളം മൊത്തം പോകണം. വെള്ളം മൊത്തം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം വേണം നമ്മളത് മസാലക്കൂട്ടുമായിട്ട് യോജിപ്പിക്കേണ്ടത്.
മസാലക്കൂട്ട് അതിനകത്ത് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ചിക്കൻ കറി പോലത്തെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. അതല്ല നമ്മൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞില്ലെങ്കിൽ അതിനകത്ത് ആ മസാല ഇറങ്ങൂല, വെള്ളം മാത്രം അതിൽ നിറഞ്ഞു. അപ്പം അതുകൊണ്ടിട്ടാണ് അതങ്ങനെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പം ഇത് നല്ല തിളച്ചിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് ഉപ്പും പാകമൊക്കെ ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഉപ്പ് കുറവോ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഒരുപാട് തിളക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ചിക്കൻ കറി വയ്ക്കുന്നതിനാണെങ്കിൽ ചിക്കൻ വെന്ത് വരുന്നത് വരെ കുറച്ച് സമയം എടുക്കുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ നല്ല വേവിച്ച് മാറ്റി വെച്ചതായതുകൊണ്ട് തിളച്ച് വന്നാൽ മതി. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പം അതൊന്ന് പാകമാവട്ടെ. ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ സോയാബീൻ കൊണ്ടുള്ള ചിക്കൻ കറി, അതായത് ചിക്കൻ കറി പോലെ സോയാബീൻ കറി വെച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് നല്ല ടേസ്റ്റോടുകൂടിയുള്ളൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത്. ചപ്പാത്തി ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചപ്പാത്തിയും കൂടെ തരാവേ. ഞങ്ങളിവിടെ ചപ്പാത്തിയാണ് ഈ കറിയുടെ കൂടെ കഴിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതെടുത്ത് കഴിച്ചോളണേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഞാൻ ഈ കറി വെച്ചേക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതെടുത്ത് കഴിച്ചോളൂ. എന്നിട്ട് ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടണും കൂടി അടിക്കണേ. അപ്പോൾ ഇനിയൊരു നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.